നമുക്കിനി ഒരു വൈറൽ ഗായികയെ പരിചയപ്പെടാനുണ്ട്. AR റഹ്മാൻ്റെ മനം കവർന്നൊരു വൈറൽ ഗായിക എന്ന് പറയേണ്ടി വരും. പെരുന്നാൾ ദിനത്തിൽ നമുക്ക് അതിഥിയായി ഗായികയാണ് എത്തുന്നത്. ആടുജീവിതത്തിലെ പെരിയോനെ എന്ന ഗാനം പാടിയ മീരയെ നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ മീര പാടിയപ്പോൾ ആ പാട്ടിന് മറ്റൊരു ജീവനാണുണ്ടായത്. മഞ്ചേരിക്കാരിയായ മീരയുടെ മധുര ശബ്ദം സംഗീത മാന്ത്രികൻ്റെയും മനം തൊട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരുകയാണ് മീര. ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. സ്വാഗതം. എങ്ങനെയുണ്ട് പെരുന്നാൾ ആഘോഷം? അടിപൊളിയാണ്. ഞാനൊരു എക്സാജറേറ്റ് ചെയ്ത് പറയല്ല കേട്ടോ. പെരിയോനെ എന്ന ഗാനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മീരയുടെ ശബ്ദമാണ് നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും പറയാറുണ്ടോ? ഉണ്ട്. ഞാൻ എല്ലാരും വിചാരം ഞാനാണ് സിനിമയിൽ പാടിയതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വേദികളിലൊക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഈ പാട്ട് തന്നെ പാടാനാണോ എപ്പോഴും പറയാറുള്ളത്? ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ തന്നെ എന്തായാലും ഈ പാട്ട് എന്തായാലും പാടണം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ പാടാൻ പറയുള്ളൂ. തീർച്ചയായും അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആ ശബ്ദം തന്നെയാണല്ലേ. ബ്യൂട്ടിഫുൾ വോയിസ് എന്ന ആ മെസ്സേജ്, ആ മ്യൂസിക് മാസ്ട്രോയുടെ മെസ്സേജ് കണ്ടപ്പോൾ എന്ത് തോന്നി? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനും ഒന്നുകൂടി ചോദിക്കുകയാണ്. കാരണം ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു മെസ്സേജ് ആയിരിക്കും എന്ന് എന്തായാലും ഉറപ്പാണല്ലോ അല്ലേ? ശരിക്കും അതെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്റ്റോറി ഇടുന്നതൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മീരയെ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ വിശേഷം പറയുന്നതിനേക്കാൾ പാട്ട് കേൾക്കാനായിരിക്കും എല്ലാവർക്കും ആകാംക്ഷ. പെരിയോനെ നമുക്ക് അവസാനം പാടാം. അതിനു മുൻപ് ആദ്യം ഏത് പാട്ടാ പാടിത്തരുന്നത്? ഞാന് അല്ലാ റസൂലിനെയും പറഞ്ഞിട്ടൊരു പാട്ട്, അത് പാടും. തീർച്ചയായും. അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോരേ, എന്തെന്നവരിൽ അഖിയായ സുന്ദരമാനിത മാരരേ, മലർമുത്തായ ചുള്ള ഭംഗി പുന്നാരപ്പൂവോരേ എൻ്റെ തങ്കി, വല്ലാഹി എൻ്റെ മനസ്സും കലങ്കി, ഓമനയിൽ മുമ്പുള്ളോർമ്മ പുതുങ്കി കണ്ണീർ ചോരിഞ്ഞു വലഞ്ഞു കരഞ്ഞിടെ ഞാനേ, ഉള്ളം കലങ്കിടെ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിനും സഖിയാണോരേ, എന്തെന്നവരിൽ അഖിയായ സുന്ദരമാനിത മാരരേ. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്. ഈ പെരുന്നാൾ ദിനത്തെ സമ്പന്നമാക്കി മീരയുടെ പാട്ട്. മീരയുടെ മ്യൂസിക് ബാൻഡ് ഒക്കെ എന്തു പറയുന്നു? നഗാര, അതല്ലേ പേര്? എങ്ങനെയുണ്ട് ഈ വൈറലായ പാട്ടുകൾക്കൊക്കെ ശേഷം കൂടുതൽ വേദികളൊക്കെ കിട്ടിത്തുടങ്ങിയോ? അവസരങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയോ? ഉണ്ട്. ബാൻഡിന് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഞാൻ ഖത്തറിൽ പ്രോഗ്രാം ചെയ്തു, ദുബായിൽ പ്രോഗ്രാം ചെയ്തു. തിരക്കാണ് മൊത്തത്തിലല്ലേ? അതെ. ഓക്കെ, ഞാൻ മീര അതിഥി ആയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൺമണി അൻപോട് പാടുമോ എന്നൊന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊന്ന് പാടിത്തരുമോ? പാടും. കായമെങ്കും തന്നാലെ ആരിപ്പോന മായമെന്ന പൊന്മാനേ என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே, இந்த காதல் என்னவென்று சொல்லாமல் ஏங்க அழுகை வந்தது, உந்தன் சோகம் என்னை தாக்கும் என்றென்று போதும் வந்த அழுகை நின்றது, மனிதன் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது, அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா, கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே,
ഓക്കെ, താങ്ക് യു മീര. ഈ സുവോളജിയും പാട്ടും തമ്മിൽ ഒട്ടും അങ്ങ് മാച്ച് ആവുന്നില്ലോ. എങ്ങനെയുണ്ട് കോളേജ് പഠനമൊക്കെ? ഈ തിരക്കിനിടയിൽ കോളേജിലൊക്കെ സ്റ്റാർ ആയി കാണുമല്ലോ അല്ലേ? ഓ ഉണ്ട്, കോളേജിലെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എങ്ങനെയാണ് ഈ ഒരു സംഗീത വഴിയിലേക്ക് എത്തുന്നത്? അമ്മയൊക്കെ വലിയ സപ്പോർട്ടാണെന്ന് ഞാൻ എവിടേക്ക് വായിച്ചൊരു ഓർമ്മയുണ്ട്. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അമ്മ പാടും, അപ്പൊ അമ്മയുടെ ഒരു കഴിവാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചെറുപ്പം മുതലേ പാട്ട് പാടും, ഇഷ്ടമാണ് പാടാൻ. തീർച്ചയായും. ഒരു പാട്ട് മീരയുടെ ഇഷ്ടമുള്ളത് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒപ്പമുള്ളവരൊക്കെ പറയുന്നത് കാണാൻ പറ്റാത്ത ആ പാട്ടൊന്ന് പാടിത്തരാമോ? വളരെ ഈ വൈകുന്നേരം എനിക്ക് തോന്നുന്നു ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ടായിരിക്കും അത്. ഓക്കെ ഓക്കെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ. കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടേ, കൽവിന്റെ കണ്ണി കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടേ, കൽവിന്റെ കണ്ണി കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. താങ്ക് യു മീര. നമ്മളിങ്ങനെ സൂമിലായതുകൊണ്ട് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മീര ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നേരിട്ട് വരണം. മീരയുടെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരും നേരിട്ട് തന്നെ വന്ന് പാട്ട് പാടിത്തരണം. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു. പെരിയോനെ പാടി നമുക്കൊന്ന് ഈ പെരുന്നാൾ ദിനം അങ്ങ് ഗംഭീരമാക്കാം. ഓക്കെ ഓക്കെ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ പെരിയോനേ റഹ്മാനേ, പെരിയോനേ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ട്, മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ട്. ചെറിയ സാങ്കേതിക തകരാറുണ്ട്, ക്ഷമിക്കൂ. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മൾ സൂമിലായതുകൊണ്ട് ചെറിയ റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. AR റഹ്മാൻ തന്നെ അഭിനന്ദിച്ച ഗായികയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ആശംസയും ഒപ്പം ഉണ്ടാകും. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. വലിയ സന്തോഷം ഗുഡ് ഈവനിങ് ഷോയിൽ എത്തിയതിന്. അങ്ങനെ നമ്മുടെ സംഗീത മാന്ത്രികൻ്റെ മനം തൊട്ട മഞ്ചേരിക്കാരിയായ മീരയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി ചേർന്നത്.